നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് മസ്റ്റ് ഹാവ് ക്രെഡിറ്റ് കാർഡ്സ്. അതായത് നമുക്ക് ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നല്ല ഗുണം കിട്ടുമെന്ന് ഉറപ്പുള്ള ക്രെഡിറ്റ് കാർഡുകൾ. നമ്മൾ മുൻപൊരു വീഡിയോയിൽ ബെസ്റ്റ് ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ്സ് പരിചയപ്പെട്ടിരുന്നു. നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ക്രെഡിറ്റ് കാർഡുകൾ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് സൗജന്യമായതും അല്ലാത്തതുമുണ്ട്. ഇതിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ 500 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് വൗച്ചർ കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതൊരു പ്രത്യേക ഒരു ഷോർട്ട് ടൈം പീരീഡുള്ള ഓഫറാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത് IDFCയുടെ മില്ലനിയ എന്ന് പറയുന്ന ക്രെഡിറ്റ് കാർഡാണ്. ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ്. പക്ഷേ സിറ്റി ലിമിറ്റിലാണ് ഇവർ ക്രെഡിറ്റ് കാർഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ സിറ്റിയിലേക്കുള്ളവർ മാത്രം അപ്ലൈ ചെയ്താൽ മതി. വെറുതെ നിങ്ങൾ കയറി അപ്ലൈ ചെയ്യേണ്ട. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടി ആദ്യത്തെ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 5000 രൂപയെങ്കിലും സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. പിന്നെ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് റോഡ് സൈഡ് അസിസ്റ്റൻസ്, അതൊരു 1399 രൂപ വില വരുന്നത് ഈ ഒരു കാർഡിനൊപ്പം സൗജന്യമായിട്ട് കിട്ടും. അതുപോലെ റെയിൽവേയിൽ ലോഞ്ച് ആക്സസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡാണിത്. ഒരു വർഷത്തിൽ 4 ലോഞ്ച് ആക്സസ് ആണ് ഇത്തരത്തിൽ സൗജന്യമായിട്ട് കിട്ടുന്നത്. ഇതിൻ്റെ പ്രധാന ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ക്രെഡിറ്റ് കാർഡുകളിൽ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് ATM സെൻറ്ററിൽ പോയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അവർ മിനിമം 500 രൂപ അല്ലെങ്കിൽ 2.5% എന്നുള്ള രീതിയിൽ പ്ലസ് GST എന്ന രീതിയിൽ നമ്മുടെ നിന്ന് ഫീസ് ഈടാക്കാറുണ്ട്. എന്നാൽ ഇവർ 199 രൂപ പ്ലസ് GST എന്ന രീതിയിലാണ് ഫീസ് ഈടാക്കുന്നത്. അത് മാത്രമല്ല 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ തിരിച്ചടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഇൻട്രസ്റ്റും വരില്ല. മറ്റവർ ഇൻട്രസ്റ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്യാഷ് എടുക്കുന്നവർക്ക് ബെനിഫിറ്റ് ആയുള്ള ഒരു കാർഡാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ 3 ഇരട്ടി റിവാർഡ് പോയിന്റുകളാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് സാധാരണ എല്ലാ ക്രെഡിറ്റ് കാർഡുകളുള്ളൊരു കോമൺ ഫീച്ചറാണ് ഫ്യൂവൽ സർചാർജ് വേവർ. അത് ഈ ഒരു കാർഡിലുണ്ട്. പിന്നെ മൂവി ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് 25% ഓഫ് ഉണ്ട്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇനി രണ്ടാമത്തത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ടൈഗർ ക്രെഡിറ്റ് കാർഡാണ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവർക്ക് കുറച്ച് ഗുണമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൊമസ്റ്റിക് എയർപോർട്ടുകളിൽ ക്വാർട്ടർലി 2 ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രയോറിറ്റി പാസ് മുഖേന വർഷത്തിൽ 2 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലും ലോഞ്ച് ആക്സസ് കിട്ടും. സാധാരണ ഈ ഒരു ക്രെഡിറ്റ് കാർഡിന് ഇത്രയൊന്നും ഓഫർ നൽകാറില്ല. അത് മാത്രമല്ല ഇത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ നൽകുന്നത്. അത് ചിലപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. ഇപ്പോൾ ഈ സമയത്ത് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് അത് സൗജന്യമായിട്ട് കിട്ടും. ബുക്ക് മൈ ഷോയിൽ ഓരോ 6 മാസം കൂടുമ്പോഴും 500 രൂപ വരെ വിലയുള്ള മൂവി ടിക്കറ്റ് സൗജന്യമായിട്ട് ലഭിക്കും. അങ്ങനെ വർഷത്തിൽ നമുക്ക് 1000 രൂപയുടെ മൂവി ടിക്കറ്റ് ഇവിടെ സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ മാർക്കപ്പ് ഫീ ആയിട്ട് വരുന്നത് 1.5% മാത്രമായിരിക്കും. ചില ആളുകൾ 4% വരെ എടുക്കാറുണ്ട്. പിന്നെ പാർട്ട്നേഴ്സ് റെസ്റ്റോറൻറ്റിലൊക്കെ ഡിസ്കൗണ്ട്, അങ്ങനെയുള്ള കോമൺ കാര്യങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനുണ്ട്. നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിന് കൂടുതൽ ഓട്ടമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫ്യൂവൽ കാർഡ് എടുത്തിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് നല്ലൊരു തുക അതിലൂടെ സേവ് ചെയ്യാൻ സാധിക്കും. അതായത് വർഷത്തിലൊരു 50 ലിറ്റർ ഫ്യൂവൽ ഫിൽ ചെയ്യാനുള്ള തുക നിങ്ങൾക്ക് സേവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ SBIയുടെ BPCL ക്രെഡിറ്റ് കാർഡ്. അതായത് ഭാരത് പെട്രോളിയത്തിൻ്റെ ഫ്യൂവൽ സ്റ്റേഷനുകളിൽ പോയിട്ട് നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4.5% വാല്യൂ ബാക്കും അതുപോലെ 13 ഇരട്ടി റിവാർഡ് പോയിന്റുകളും ഇതിൽ ലഭിക്കും. അത്തരത്തിൽ ഒരു ബില്ലിംഗ് സൈക്കിളിൽ നമുക്ക് 1300 റിവാർഡ് പോയിന്റ് വരെ ഇതിൽ ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക്, അതായത് ഗ്രോസറി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് 5 ഇരട്ടി റിവാർഡ് പോയിന്റുകളാണ് ലഭിക്കുന്നത്. അത് മാസത്തിൽ 5000 റിവാർഡ് പോയിന്റ് എന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാർഡ് നമ്മൾ സാധാരണ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഓരോ 100 രൂപയ്ക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് 2 റിവാർഡ് പോയിന്റ് ലഭിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ 5 ഇരട്ടിയൊക്കെയാണ് നമുക്ക് ഇത്തരത്തിൽ റിവാർഡ് പോയിന്റുകൾ ലഭിക്കുന്നത്. പിന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സൗജന്യമല്ല, 499 രൂപ പ്ലസ് GST എന്ന രീതിയിൽ ജോയിനിങ് ഫീ വാങ്ങുന്നുണ്ട്. പിന്നത്തെ വർഷവും നമ്മൾ അതുപോലെ എല്ലാ വർഷവും നമ്മൾ 499 രൂപ പ്ലസ് GST എന്ന രീതിയിൽ ആ ഒരു റിന്യൂവൽ ഫീയും കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ മാർഗമുണ്ട്. അതായത് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു ജോയിനിങ് ഫീ അല്ലെങ്കിൽ പിന്നത്തെ റിന്യൂവൽ ഫീ ഒക്കെ നമുക്ക് തിരികെ തരാനൊരു മാർഗമുണ്ട്. അതായത് വർഷത്തിൽ 50,000 രൂപയുടെ ട്രാൻസാക്ഷൻ നമ്മൾ നടത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. കാരണം 50,000 രൂപയുടെ ഫ്യൂവലൊക്കെ ഫില്ല് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ജോയിനിങ് ഫീയോ ആനുവൽ ഫീയോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് HDFC ബാങ്കിൻ്റെ പിക്സൽ പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 5% ക്യാഷ് ബാക്കാണ് തരുന്നത്. പക്ഷേ ഈ 5% ക്യാഷ് ബാക്ക് നമുക്ക് എല്ലാ കാറ്റഗറിയിലും അല്ല. നമുക്ക് 2 കാറ്റഗറികൾ സെലക്ട് ചെയ്യാം. അതായത് നമ്മുടെ ആവശ്യം, നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം എന്താണോ ആ 2 കാറ്റഗറി സെലക്ട് ചെയ്താൽ നമുക്ക് 5% ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോൾ കാറ്റഗറികൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കാറ്റഗറിയിൽ നിങ്ങൾക്ക് 2 സെലക്ട് ചെയ്തിട്ട് അത്തരത്തിൽ ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ 3% ക്യാഷ് ബാക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ലഭിക്കും. പക്ഷേ എല്ലാ പ്ലാറ്റ്ഫോമിനും ഇല്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 പ്ലാറ്റ്ഫോം, അതായത് ആമസോണും ഫ്ലിപ്കാർട്ടും പേയ്സാപ്പും ഉണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ഒരെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിന് മാത്രമാണ് 3% ക്യാഷ് ബാക്ക് കിട്ടുക.
പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും 1% ക്യാഷ് ബാക്ക് ഇതിൽ കിട്ടും. ഇപ്പോൾ റെൻ്റ് ആയിക്കോട്ടെ, ഫ്യൂവൽ ആയിക്കോട്ടെ, മറ്റെല്ലാ കാര്യത്തിനും 1% ക്യാഷ് ബാക്ക് കിട്ടും. സ്വിഗ്ഗിയിൽ ഡൈനിങ്ങിന് 300 രൂപ വരെ മാസത്തിൽ ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ UPI ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ 1% അല്ലെങ്കിൽ പരമാവധി 300 രൂപ വരെ നമുക്ക് മന്ത്ലി ക്യാഷ് ബാക്ക്. അങ്ങനെ കുറേ അധികം ചെറിയ ചെറിയ ക്യാഷ് ബാക്ക് കിട്ടുന്ന പരിപാടികളും ഈ ഒരു ക്രെഡിറ്റ് കാർഡിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ നല്ല രീതിയിൽ സേവ് ചെയ്യാൻ കഴിയുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് HDFC Pixel. നിങ്ങളൊരു ടാറ്റ ഫാൻ ആണെങ്കിൽ ടാറ്റയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ 10% ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരു ക്രെഡിറ്റ് കാർഡ്, അതും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് ടാറ്റ ന്യൂ എന്ന് പറയുന്നത്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ബിഗ് ബാസ്ക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങും, ക്രോമയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും, അല്ലെങ്കിൽ അങ്ങനെ ടാറ്റയുടെ പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവർക്ക് പ്രൊഡക്റ്റുകളായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾ പേ ചെയ്യുന്നത് ടാറ്റ ന്യൂ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്ക് ആണ് ഈ ഒരു കാർഡ് ഉപയോഗിച്ചാൽ ലഭിക്കുക. അതും തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്ന കാർഡാണ്. പിന്നെ ടാറ്റയുടെ പ്രൊഡക്റ്റുകളല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ 1.5% ക്യാഷ് ബാക്കും നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഇത് കൂടാതെ UPI സ്പെൻഡിന് 1.5% ക്യാഷ് ബാക്കും അതുപോലെ ഫ്യൂവൽ സർചാർജ് വേവറൊക്കെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിലുണ്ട്. ഈ ടാറ്റ ന്യൂവിന് ഇത് കൂടാതെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ മറ്റൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. നിങ്ങൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപകാരപ്പെടും. പക്ഷേ അത് സൗജന്യമല്ല, 1499 പ്ലസ് GST എന്ന തോതിൽ നിങ്ങൾ അതിന് ഫീ കൊടുക്കണം. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 12 ലോഞ്ച് ആക്സ് ആണ് ഒരു വർഷത്തിൽ ലഭിക്കുക. അതിൽ 8 ഡൊമസ്റ്റിക്കിലും 4 ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിലും. അപ്പോൾ അത്തരത്തിൽ ലോഞ്ച് ആക്സ് ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക്, നല്ലോണം ഫുഡൊക്കെ അടിക്കും, നല്ല ട്രാവൽ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാർഡ് എടുക്കുന്നത് ഒരിക്കലും നഷ്ടമായിരിക്കില്ല. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ വർഷത്തിൽ 3 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തുകയാണെങ്കിൽ ആ ഒരു ഫീ നിങ്ങൾക്ക് അവർ തിരികെ തരികയും ചെയ്യും. അപ്പോൾ എന്തായാലും അങ്ങനെ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലൈഫ് ടൈം സൗജന്യമായിട്ട് കിട്ടുന്ന മറ്റൊരു ക്രെഡിറ്റ് കാർഡാണ് യെസ് ബാങ്കിൻ്റെ ACE എന്ന് പറയുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ ഷോപ്പിങ്ങിനെ പോവുകയാണെങ്കിൽ സെലക്റ്റഡ് ആയിട്ടുള്ള സിറ്റീസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം റിവാർഡ് പോയിന്റുകളാണ് ഇതിൽ കിട്ടുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ 200 രൂപയ്ക്കും 8 റിവാർഡ് പോയിന്റ് ലഭിക്കും. ഇനി നിങ്ങൾ ഓഫ്ലൈൻ ഷോപ്പിങ്ങിനാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 4 റിവാർഡ് പോയിന്റ് ആയിരിക്കും. മറ്റുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് 2 റിവാർഡ് പോയിന്റ് ആണ് ഓരോ 200 രൂപ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റിവാർഡ് പോയിന്റ് ആണ് യെസ് ബാങ്കിൻ്റെ ACE ക്രെഡിറ്റ് കാർഡിൻ്റെ മെയിൻ ബെനിഫിറ്റ്. പിന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള സമയങ്ങളിൽ പല കാറ്റഗറികൾക്കും യെസ് ബാങ്കിൽ നല്ലൊരു ഓഫറും വരാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡും ഇപ്പോൾ ഒരു ഷോർട്ട് പീരീഡിലേക്ക് ലൈഫ് ടൈം സൗജന്യമായിട്ടാണ് നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ക്രെഡിറ്റ് കാർഡിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം നിർബന്ധമാണ്, അത് നിങ്ങൾക്ക് സിബിൽ സ്കോർ 720 മുകളിലെങ്കിലും വേണം. അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓരോ ക്രെഡിറ്റ് കാർഡിനും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് 4 പോയിന്റ് സിബിൽ സ്കോറിൽ നിന്നും കുറയും. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 10 ക്രെഡിറ്റ് കാർഡൊന്നും കയറി ഒരേ സമയം അപ്ലൈ ചെയ്തേക്കരുത്. പിന്നെ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുന്നവർ നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ 20,000 രൂപയിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ സെൽഫ് എംപ്ലോയ്ഡ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മാസം 30,000 രൂപയിൽ വരുമാനം കാണിക്കാൻ കഴിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾക്ക് വയസ്സ് പ്രധാനമാണ്. അതായത് 21 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രമേ ക്രെഡിറ്റ് കാർഡ് തരുള്ളൂ. 18 വയസ്സുള്ളവർക്കൊന്നും ക്രെഡിറ്റ് കാർഡ് തരില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് 60 വയസ്സിന് മുകളിലൊരു വ്യക്തി ക്രെഡിറ്റ് കാർഡ് കിട്ടില്ലേ എന്ന് പലരും ചോദിക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കൊക്കെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പോസിറ്റ് കൊടുത്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ലീൻ അടിസ്ഥാനത്തിൽ നമുക്ക് ക്രെഡിറ്റ് കാർഡുകൾ കിട്ടും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എവിടെയൊക്കെ കിട്ടുമെന്ന് ചോദിക്കാം. അത് കമൻറ്റിൽ പറഞ്ഞാൽ മതി, അങ്ങനെ ഡിപ്പോസിറ്റ് എടുത്തെടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ ഞാനത് എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം, ഒരു ക്രെഡിറ്റ് കാർഡ് ആവശ്യമുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അതിന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ട ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അപ്പോൾ പല ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നവർക്ക് പല അഭിപ്രായങ്ങളുണ്ടാവും, അതെന്തായാലും കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.